എപ്സ്റ്റീൻ ഫയൽസ് ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ എന്താണ് ഇതെന്ന് കൂടുതൽ ആളുകൾക്ക് അറിയില്ല. ഇതിൽ നരേന്ദ്രമോദിയുടെ പേര് പറയുന്നുണ്ട്, അതേപോലെ അംബാനിയുടെ പേരൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരു ലൈംഗികപരമായി എന്തോ ഒരു അധിക്ഷേപം നടന്ന കാര്യമാണെന്ന് മാത്രമേ വ്യക്തമായിട്ട് ആളുകൾക്ക് അറിയുള്ളേ. എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കുക, കൃത്യമായ ഒരു ഡാറ്റ അതിൽ നിന്ന് കിട്ടും. അമേരിക്കയിൽ ഒരു പ്രമുഖനായിട്ടുള്ള ഫൈനാൻസറും ധനികനുമായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആൾ. പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെയും അതുപോലെ ബിസിനസ് ടൈക്കൂൺസുമായിരുന്നു അദ്ദേഹത്തിന്റെ ഫ്രണ്ട് സർക്കിൾ മുഴുവനും. ഒരു സെക്സ് ട്രാഫിക്കറും ഒരു സെക്സ് അഡിക്റ്റും പിഡോഫൈലുമായിരുന്ന അദ്ദേഹം പാവപ്പെട്ട പെൺകുട്ടികളെ പവർഫുൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകൾക്ക് കാണിക്ക വെച്ചായിരുന്നു പണം സമ്പാദിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ലളിത എക്സ്പ്രസ് പറയുന്ന ഒരു പ്രൈവറ്റ് ജെറ്റിൽ അദ്ദേഹത്തിന്റെ ലിറ്റിൽ സെന്റ് ജെയിംസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ നിന്നായിരുന്നു ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ മുഴുവൻ ലീലാവിലാസങ്ങളും. പ്രമുഖരായിട്ടുള്ള US മുതൽ ഇന്ത്യ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരാളുകളുടെ ഒരു അലിജഡ് ലിസ്റ്റാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ അൺഹോളി നെക്സസ് 2008 പിടിക്കപ്പെടുകയും സെക്സ് ട്രാഫിക്കിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഡേർട്ടി പൊളിറ്റിക്കൽ നെക്സസ് കാരണം ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം 11 മാസങ്ങൾ കൊണ്ട് ജയിലിൽ നിന്നൂരി. എന്നാൽ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ വിധി അദ്ദേഹത്തിനെ വീണ്ടും വേട്ടയാടി. 2019 അദ്ദേഹം വീണ്ടും ജയിലിലടക്കപ്പെട്ടു. ജയിലിലടക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇത് ആത്മഹത്യ ആയിരുന്നോ എന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഈ കേസ് ഇല്ലാതാകും എന്ന് വിചാരിച്ചവർക്ക് തെറ്റി. ഇരയാക്കപ്പെട്ട പെൺകുട്ടികളിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തിന്റെ കാമുകിക്കെതിരെ 1000-ലധികം വരുന്ന ഡോക്യുമെന്റ്സ് കോർട്ടിനു മുന്നിൽ സബ്മിറ്റ് ചെയ്തതിന്റെ ഫയൽസിന്റെ പേരാണ് യഥാർത്ഥത്തിൽ എപ്സ്റ്റീൻ ഫയൽസ്. ഇന്ന് ഈ സീൽഡ് ഡോക്യുമെന്റ് പബ്ലിക് ആക്കാനുള്ള ഒരു റൈറ്റ് കൂടി ഈ ഒരു വിക്ടിമിന് നൽകപ്പെട്ടിരിക്കുകയാണ്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്റെ സാർ ജാബിർ സാർ പറയുന്ന പോലെ ഇന്ന് ലോകത്തിന് ആവശ്യം യഥാർത്ഥത്തിൽ ഒതന്റിക് ലീഡേഴ്സിനെയാണ്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ചെറിയ പെൺകുട്ടികളെ തന്റെ ഐലാൻഡിലേക്ക് കൊണ്ടുപോയി കാണിക്ക വെച്ച് ലക്ഷക്കണക്കിന് പണം ഉണ്ടാക്കിയ ഒരു നാറി. ജയിലിനകത്ത് സ്വയം ജീവൻ ഒടുക്കി എന്നാ പറയുന്നത്. പക്ഷേ അയാൾ അവിടെ ജീവൻ ഒടുക്കിയിട്ടുണ്ടോ എന്നൊരു സംശയവുമായിട്ട് ജനങ്ങളൊക്കെ രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. അയാൾ ഏതോ ഒരു ലോകത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള വിശ്വാസമാണ് ആളുകൾക്കുള്ളത്. ഇങ്ങനെയുള്ള നാറികളെ എന്ത് പറയാനാ? നരേന്ദ്രമോദിയുടെ പേര് ഈ ഫയലിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇതിൽ തെറ്റുകാരനല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നേരിട്ടിട്ട് ഈ നാറിയുമായിട്ട് നരേന്ദ്രമോദി ഒരു സംസാരവും ഉണ്ടായിട്ടില്ല, ഒരു മെയിലും കൊടുത്തിട്ടില്ല, നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വരാനുള്ള കാരണം ഞാനിത് താഴെ വെക്കാം. ഈ ലിസ്റ്റിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ജെഫ്രി എപ്സ്റ്റീൻ തന്റെ ഒരു സുഹൃത്തിന് അയച്ച ഇമെയിലിലാണ് നരേന്ദ്രമോദിയുടെ പേര് പരാമർശിച്ചിരിക്കുന്നത്. ഇത് 2017 നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ച സമയത്തായിരുന്നു. ആ സമയത്ത് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി എഹൂദ് ബരാക്കുമായി എപ്സ്റ്റീൻ അടുത്ത ബന്ധമുണ്ടായിരുന്നു. നരേന്ദ്രമോദി ഇസ്രായേലിൽ എത്തുന്നതിനെ കുറിച്ചും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനിടയിലാണ് എപ്സ്റ്റീൻ മോദിയുടെ പേര് പരാമർശിച്ചത്. അതായത് നരേന്ദ്രമോദിക്ക് ഈ ദ്വീപുമായിട്ടോ എപ്സ്റ്റീനുമായിട്ടോ നേരിട്ടുള്ള കണക്ഷൻ ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നരേന്ദ്രമോദിയുടെ പേര് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് വെറും ഒരു പരാമർശം മാത്രമാണ് എന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ പേര് ഇതിൽ ചേർത്ത് വെക്കുമ്പോൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പേരും കൂടി നാശമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അഹോരാത്രം പണിയെടുത്തത്. അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഡാറ്റയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത്. രാഷ്ട്രീയപരമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് എന്തെങ്കിലും വിദ്വേഷം ഉണ്ട് എങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് തന്നെയാണ് അതിന്റെ ചീത്തപ്പേര്. അതുകൊണ്ട് തന്നെയാണ് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പരിശോധിച്ചു പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളത്. ഒരുപാട് കുഞ്ഞുങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഈ ഐലാൻഡിലിട്ട് ക്രൂരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ആ കുട്ടികളെല്ലാം ഇന്ന് വലുതായി. ഇതിൽ കേസ് കൊടുത്ത ആ ഒരു സ്ത്രീ 41 വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. അവർക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ അവര് അനുഭവിച്ച ആ ഒരു ക്രൂരതയ്ക്ക് മുന്നിൽ ഒന്നുമല്ല ഈ നീതി എന്നറിയാം. കൂടെ ഒരുപാട് രാഷ്ട്രീയക്കാരും സാമ്പത്തികമുള്ള ആളുകൾ ഉള്ളപ്പോൾ ഏത് നാറിക്കും എന്ത് ഊളത്തരവും കാണിക്കാമല്ലോ. അപ്പോൾ വീണ്ടും വരാം.